ഭാവിയെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ പലപ്പോഴും നമ്മളൊക്കെ ഒരു പോസ്റ്റ്പോൺ ചെയ്യാനുള്ളൊരു ടെൻഡൻസി, പലതും നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം എന്നൊക്കെ ആലോചിച്ച് നീട്ടിവെക്കുന്ന, പ്രോക്കാസ്റ്റിനേഷൻ എന്ന് പറയും, നീട്ടിവെക്കുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അത് ശരിയല്ല. ഇന്ന് ചെയ്യാനുള്ളത് ഇന്ന് ചെയ്യണം, നാളെ ചെയ്യാനുള്ളത് നാളെ ചെയ്യുക. വി ഷുഡ് നോട്ട് വെയിറ്റ് ഫോർ ടുമോറോ. കാരണം ദ ടൈം ഈസ് നൗ. ഇറ്റ് ഈസ് ദിസ് മൂമെൻറ്റ്. ബിക്കോസ് ദി പാസ്റ്റ് ഈസ് പാസ്റ്റ് ആൻഡ് ദ ഫ്യൂച്ചർ ഈസ് വി ഡോണ്ട് നോ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. God has given the present as a present to us. ആ ഒരു പ്രസൻറ്റ് മൂമെൻറ്റ് ലിവിങ് എന്നുള്ളതാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ പ്രാധാന്യം. പലപ്പോഴും സംഭവിക്കുക, കഴിഞ്ഞതിനെക്കുറിച്ച് ദുഃഖിച്ചും വരാൻ പോകുന്നതിനെക്കുറിച്ച് ആകുലപ്പെട്ടും കൊണ്ട് പലപ്പോഴും ഈ ഒരു പ്രസൻറ്റിൽ ജീവിക്കുവാൻ അല്ലെങ്കിൽ ആ ഒരു എൻജോയ് ചെയ്യുവാൻ നമുക്ക് പറ്റാറില്ല. പലപ്പോഴും ലൈഫ് തന്നെ എടുത്തു കഴിഞ്ഞാൽ ജീവിതം ഒരു ആഘോഷമായിരിക്കണമെങ്കിൽ വി ഷുഡ് ബി ഏബിൾ ടു എൻജോയ് ദ ജേണി റാദർ ദാൻ ദ ഡെസ്റ്റിനേഷൻ. പലപ്പോഴും ആൾക്കാർ ഒരു ഡെസ്റ്റിനേഷനിലെത്തിയിട്ട് സന്തോഷിക്കാമെന്ന് വിചാരിക്കും. നമ്മൾ MTയുടെ കഥാപാത്രങ്ങളൊക്കെ കാണുന്നത് പോലെ ആ ഒരു നിമിഷത്തിൽ പലപ്പോഴും നമുക്ക് ഒന്നും തന്നെ പിന്നെ ഇല്ലായ്മയാണ് ഉണ്ടാകുക. ഒരു ലക്ഷ്യത്തിലെത്തിയിട്ട് സന്തോഷം കാണുവാൻ നോക്കിയാൽ യാത്ര അത് സന്തോഷപ്രദമാക്കുക. ആ യാത്രയിലെ ഓരോ കാഴ്ചകളും, വഴിയോര കാഴ്ചകളൊക്കെ കണ്ടുകൊണ്ട് സന്തോഷിച്ച് നടക്കുക എന്നുള്ളതാണ് വേണ്ടത്. അതിന് പലപ്പോഴും നമുക്ക് പറ്റണമെങ്കിൽ നമുക്ക് മാനസികമായിട്ട് കഴിഞ്ഞു പോയതിനെക്കുറിച്ച് മറക്കുവാനും അത് പുറത്തു തരുവാനുമുള്ള ഒരു സൃഷ്ടാവ്, ഭാവി തവക്കൽതു അലല്ലാഹ്, സർവശക്തൻ അവൻ നോക്കിക്കൊള്ളും എന്നുള്ള ആ ഒരു ധൈര്യം അത് നമ്മളുടെ മനസ്സിലുണ്ടാകണം. അതുണ്ടായിക്കഴിഞ്ഞാൽ പലപ്പോഴും ആ ഒരു സന്ദർഭം അല്ലെങ്കിൽ ആ ഒരു ദിവസം അല്ലെങ്കിൽ ആ ഒരു നിമിഷം അത് ആസ്വദിക്കുവാനുള്ള കഴിവ് നമുക്കുണ്ടാകും. ഇത് ശരിക്കും പാലിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ ജീവിതം തന്നെ ആഹ്ലാദപ്രദമാകും. പല ആൾക്കാരും പലപ്പോഴും ഭാവിയിൽ സന്തോഷിക്കുക എന്ന് വിചാരിച്ച് പോസ്റ്റ്പോൺ ചെയ്യാറുണ്ട്. ഒരു വെക്കേഷന് പോയാൽ തന്നെ ആരോ പറഞ്ഞു കേട്ടു, ആ വെക്കേഷൻ എൻജോയ് ചെയ്യാതെ ബീച്ചിലൊക്കെ ഇങ്ങനെ റെസ്റ്റ് എടുക്കാൻ വേണ്ടി കിടക്കുമ്പോഴും അടുത്ത വർഷത്തെ വെക്കേഷൻ പ്ലാൻ ചെയ്യുകയാണ് ആൾക്കാർ ചെയ്യുക എന്ന്. അത് വളരെ തെറ്റാണ്. ഓരോ നിമിഷവും അത് നിങ്ങൾ സ്വന്തമായാലും മറ്റുള്ളവരുടെ കൂടെയായാലും യു ഹാവ് ടു ബി പ്രസൻറ്റ് ഇൻ ദാറ്റ് മൂമെൻറ്റ്. മറ്റുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിച്ച് സമയം പാഴാക്കരുത്. അത് ശരീരത്തിനും മനസ്സിനും കേടാണ്. ആരോഗ്യമുള്ള ഒരു മനസ്സും ശരീരവും വേണമെങ്കിൽ ഓരോ നിമിഷവും സന്തോഷമായി ജീവിക്കുവാൻ നമുക്ക് കഴിയണം.